ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെയർ ഓയിലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അകാലനിര അകറ്റാനും അതുപോലെ മുടി നല്ല തഴച്ച് വളരാനും പിന്നെ താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഒക്കെയുള്ളൊരു ഓയിലാണിത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്ന അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ ചെമ്പരത്തിൻ്റെ ഇല, പിന്നെ ചെറിയുള്ളി, തുളസി. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു കറിവേപ്പിലേൻ്റെ തണ്ടൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ലീഫിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ തുളസീൻ്റെത് ഞാൻ തണ്ടോടെയാണ് ഇടുന്നത്. ഇത് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഇതെല്ലാം കഴുകി നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രമാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം, കാരണം വെള്ളം തീരെ ഉണ്ടാകാൻ പാടില്ല. പിന്നെ നമ്മുടെ ഈ ഓയിൽ പെട്ടെന്ന് മോശമായി പോകും, അതൊന്ന് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഓയിൽ കുറച്ചധികം വേണമെങ്കിൽ ഈ ഒരു കറിവേപ്പിലേൻ്റെയും അതുപോലെ തുളസിയും ചെറിയുള്ളിയൊക്കെ കുറച്ചധികം എടുക്കണം കേട്ടോ. ഇനി ഞാനിത് റെഡിയാക്കുന്നത് ഇരുമ്പ് ചട്ടിയിലാണ്. അപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചെമ്പരത്തിൻ്റെ ഇല ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് ഈ ഒരു ഓയിലിൻ്റെ കളർ മാറുന്നവരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് മതി. ഹൈ ഫ്ലെയിമിലിടുമ്പോൾ പിന്നെ ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ ഓയിലിൻ്റെ കളറും മാറിയിട്ടുണ്ട്. അതുപോലെ ഇതാ നന്നായിട്ട് ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് അരിപ്പയിൽ അരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഓയിൽ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഏതിലാണോ സ്റ്റോർ ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്, അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ നല്ല
ഡ്രൈ ആയിട്ട് ഇരിക്കണം കേട്ടോ. നനവോ അതുപോലെ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഓയിൽ പെട്ടെന്ന് മോശമാവും കേട്ടോ. അല്ലെങ്കിൽ നമുക്കിത് ഒരുപാട് കാലം ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഓയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആഴ്ചയിൽ 3 വട്ടമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്